നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. IPL 2026 സീസണിൽ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കും. ഔദ്യോഗികമായി പ്രഖ്യാപിച്ച CSK രവീന്ദ്ര ജഡേജയെയും സാം കറനെയും രാജസ്ഥാൻ റോയൽസിൽ നിന്ന് വിട്ടു നൽകി. സഞ്ജുവിന് നന്ദി പറഞ്ഞ രാജസ്ഥാൻ റോയൽസ്. ആരാധകർ സാക്ഷ്യം വഹിക്കുന്നത് സീസണിലെ ഏറ്റവും വലിയ താര കൈമാറ്റത്തിന്. നൗഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 9 29 പേർക്ക് പരിക്ക്. 5 പേരുടെ നില ഗുരുതരം. സ്ഫോടനത്തിൽ സ്റ്റേഷനും വാഹനങ്ങളും കത്തിയമർന്നു. പരിശോധനയ്ക്കിടെ പൊട്ടിത്തെറിച്ചത്. ഡൽഹി സ്ഫോടന കേസിലടക്കം അറസ്റ്റിലായവരിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ്. സംഭവത്തിൽ അട്ടിമറി സാധ്യതയില്ലെന്ന് DGP. ചെങ്കോട്ട സ്ഫോടന കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിലെന്ന സൂചന. പിടിയിലായത് അൽഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർമാർ. ഒരാൾ സ്ഫോടന ദിവസം ഡൽഹിയിലുണ്ടായിരുന്നുവെന്നും വിവരം. ഹരിയാനയിലെ നൂഹിലടക്കം വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന. വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി ചുമതലയേറ്റു. പ്രസിഡന്റായി K. ജയകുമാറും അംഗമായി K. രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. കാലാവധി 2 വർഷത്തേക്ക്. ശബരിമലയിൽ വിശ്വാസം വ്രണപ്പെടുത്തുന്ന സാഹചര്യം ഇനി ഉണ്ടാവില്ലെന്ന് ജയകുമാർ. PS പ്രശാന്തിന്റെ യാത്രയയപ്പ് സമ്മേളനം ഒഴിവാക്കി. ശബരിമല സ്വർണ്ണക്കള്ളയിൽ A. പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവ് പത്മരാജന്റെ ശിക്ഷാവിധി ഇന്ന്. വിധി പറയുക തലശ്ശേരി പോക്സോ അതിവേഗ കോടതി. പോക്സോ നിയമപ്രകാരം പ്രതി ചെയ്തത് ഗുരുതര കുറ്റകൃത്യമെന്ന് കോടതി. IPL 2026 സീസണിന് മുന്നോടിയായി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലെത്തി. തല MS ധോണിയുടെ അനുഗ്രഹ ആശംസകളോടെയാണ് ചെന്നൈ കുപ്പായത്തിലേക്ക് സഞ്ജുവിന്റെ വരവ്. GSK പകരമായി രവീന്ദ്ര ജഡേജയെയും സാം കറനെയും രാജസ്ഥാൻ റോയൽസിന് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വരാനിരിക്കുന്ന സീസണിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിൽ ഒന്നിനാണ് ആരാധകർ സാക്ഷ്യം വഹിക്കുന്നത്. വിവരങ്ങൾ രമ്യ മൂലശ്ശേരി നൽകും. രമ്യ, കാത്തിരിപ്പിനൊടുവിലാണ് സഞ്ജു സാംസന്റെ വരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇനി ശരിക്കും പറഞ്ഞാൽ കളി മാറുന്ന കാഴ്ച തന്നെയാണ് IPL നമുക്ക് 2026 കാണാൻ പോകുന്നത്. ഒരു പൂരം തന്നെയായിരിക്കും. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് സിംഹത്തിന്റെ സ്വന്തം മടയിലേക്ക് സ്വാഗതം സഞ്ജു എന്ന കുറിപ്പോടെ പങ്കുവച്ച വീഡിയോയും ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു താര കൈമാറ്റം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇത് വിശ്വസിക്കാനും കായിക ലോകത്ത് അല്പം പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും 2026 IPL പൊടിപൂരമായിരിക്കും അല്ലേ? തീർച്ചയായും അക്ഷയ, ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വരാനിരിക്കുന്ന ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും വലിയ ഒരു താര കൈമാറ്റങ്ങളിൽ ഒന്നിനാണ് ഇപ്പോൾ ആരാധകർ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയണം. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. സൂപ്പർ താരം രവീന്ദ്ര ജഡേജയും സാം കറനും മുൻനിര താരങ്ങൾക്ക് പകരമായാണ് ഇപ്പോൾ സഞ്ജുവിനെ ചെന്നൈ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എടുത്തിരിക്കുന്നത് എന്ന് പറയണം. പകരം ജഡേജയും സാം കറനും ഇവർ രണ്ടുപേരും രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗം കൂടിയാവുകയാണ്. IPL റിട്ടൻഷൻ ദിവസം അവസാനിക്കാനിരിക്കെയായിരുന്നു ഈ ഒരു നിർണായകമായ പ്രഖ്യാപനം വരുന്നത്. കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്ന ഒരു കാര്യമാണ് സഞ്ജു കൂടുമാറുമോ എന്നുള്ള ഒരു കാര്യം. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരുന്നു. ഈ ഒരു സഞ്ജുവിനെ സംബന്ധിച്ച് ഇതൊരു നല്ല നീക്കമാണെന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും വരും വർഷങ്ങളിൽ ഈ മഹേന്ദ്ര സിംഗ് ധോണി എന്ന അതികായൻ ക്രിക്കറ്റിനോട് വിട പറയാനിരിക്കുകയാണ്. ഈ ഒരു വിട പറയുമ്പോൾ മഞ്ഞ കുപ്പായത്തിൽ ചെന്നൈ ടീമിനെ നയിക്കാൻ ഇനിയൊരു ഈ ഗ്ലൗ അണിയാനും ഏറ്റവും യോഗ്യൻ ഈ സഞ്ജു സാംസൺ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല. ആരാധകർ ഏറ്റെടുക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോഴാ സഞ്ജുവിന്റെ വരവ് 1 അല്ല 2 രീതിയിലാണ് ഈ ചെന്നൈക്ക് ഗുണകരമാവുക എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ചേതേശ്വർ പൂജാര മുൻ താരം കൂടിയാണ് അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ്. കഴിഞ്ഞ 2 സീസണുകളിലായി പ്ലേ ഓഫ് പോലും എത്താത്ത പാതി വഴിയിൽ വീണ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ സഞ്ജുവിന്റെ വരവ് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്
പൊതുവെ വരുന്ന ഒരു അഭിപ്രായം ചെന്നൈ അനുഭവിക്കുന്ന ടോപ്പ് ഓർഡർ ഇന്ത്യൻ ബാറ്ററിയുടെ അഭാവം എത്രത്തോളമാണെന്ന് കഴിഞ്ഞ 2 സീസണുകളിലും നമ്മൾ കണ്ടതാണ്. അത് വ്യക്തമായതുമാണ്. അവിടേക്കാണ് സഞ്ജു സാംസൺ ഇപ്പോൾ വന്നെത്തുന്നത്. ഒരു പക്ഷേ ഈ ഒരു ഇന്ത്യൻ ടീം നിഷേധിക്കപ്പെട്ട ഓപ്പണിംഗ് സ്ലോട്ട് സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. അത് തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു ഇടപാട് കൊണ്ട് CSK 2 തരത്തിൽ നേട്ടമുണ്ടാവുമെന്ന് പറയുകയാണ് സിദ്ധേശ്വർ പൂജാര. അതേസമയം തന്നെ കഴിഞ്ഞ IPL അവരുടെ ടോപ്പ് ഓർഡറിന് അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സഞ്ജു ടോപ്പ് ഓർഡറിൽ വന്നാൽ അവർക്ക് ആ ഒരു പൊസിഷനിൽ നല്ലൊരു സ്ഥിരത ലഭിക്കുമെന്ന് തന്നെയാണ് പൂജാര ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ചും ഓപ്പണറായി ഇറങ്ങി 3 സെഞ്ചുറി അന്താരാഷ്ട്ര T20 നേടിയ ആളുകൂടിയാണ് സഞ്ജു. രണ്ടാമതായി പറയുന്നത് ആകാശ് ചോപ്ര പറഞ്ഞതനുസരിച്ച് അവർ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയാണ്. മഹിബായ് ഇപ്പോൾ പോകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മഹിബായ്ക്ക് ശേഷം അവർക്ക് ആവശ്യമായ ദീർഘകാല വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന ഒരു കാര്യം അവർ സഞ്ജു സാംസണിൽ കാണുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. എന്നാൽ ഈ CSK നായക പദവിയിൽ സഞ്ജുവിന് ഇനിയും സമയം നൽകണമെന്ന് തന്നെയാണ് പൂജാരയും അഭിപ്രായപ്പെടുന്നത്. ഋതുരാജ് നയിച്ച രീതി കാരണം അദ്ദേഹം ക്യാപ്റ്റനായി തുടരുമെന്ന് തോന്നുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ടീമിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി അത് മോശമായിരുന്നുമില്ല. ഈ മഹിബായ്, രവീന്ദ്ര ജഡേജ, മറ്റ് നിരവധി മുതിർന്ന കളിക്കാർ എന്നിവരൊക്കെ ഈ ടീമിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആ ഒരു കളിക്കാരെ എല്ലാം ഒപ്പം കൊണ്ടുപോയി ക്യാപ്റ്റൻസി ചെയ്യുന്നത് അത്ര എളുപ്പവുമല്ല എന്നുള്ളത് തന്നെയാണ് ആ പൂജാരയും കൂട്ടിച്ചേർക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു രാജസ്ഥാൻ റോയൽസിൽ 1-ലധികം സീസണുകൾ നായകനായി കളിച്ച ഒരു ആളുകൂടിയാണ് സഞ്ജു സാംസൺ. അത് കഴിഞ്ഞ സീസണിൽ പരിക്ക് മൂലം ചില കളികൾ സഞ്ജുവിനെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇത് ടീമിന്റെ മൊത്തം പ്രകടനത്തെയാണ് അന്ന് ബാധിച്ചിരുന്നത്. നിലവിൽ CSK താരത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനിടയില്ല എന്നുള്ള ഒരു സൂചനയുമുണ്ട്. ഒരു ബാറ്റർ, വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ തന്നെയാവും സഞ്ജുവിന്റെ ചുമതലകൾ. സഞ്ജു അത് തന്നെയായിരിക്കും ഏറ്റെടുക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്ത IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ ഒരു മഞ്ഞ കുപ്പായം അണിയുന്നതിലൂടെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകരടക്കം. മലയാളി താരമാണ് സഞ്ജു സാംസൺ. മലയാളി ആരാധകരടക്കം കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ഈ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു കൂടുമാറ്റം കുറെ ദിവസങ്ങളായി തന്നെ ചർച്ച ചെയ്തിരുന്നു. പല ആരാധകരും അത് നേരത്തെ തന്നെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. സഞ്ജു ചെന്നൈയിലേക്ക് വന്നപ്പോൾ തിരികെ റോയൽസിലേക്ക് മാറിയത് രവീന്ദ്ര ജഡേജയും സാം കറനുമാണ്. ഈ ഒരു റോയൽസിലേത് പോലെ തന്നെ ചെന്നൈയിലും സഞ്ജുവിന്റെ ഈ ഒരു വെടിക്കെട്ട പ്രകടനങ്ങൾ തന്നെയായിരിക്കും ഈ ക്രിക്കറ്റ് പ്രേമികൾ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രകടനത്തെ കുറിച്ച് AI ടൂളായിട്ടുള്ള ChatGPT ഒരു പ്രവചനം നടത്തുകയാണ്. ഈ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമുള്ള കന്നി സീസൺ തന്നെ സഞ്ജു സാംസൺ കസറാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്ന് ആണ് ഈ ഒരു AI ടൂളും പറയുന്നത്. ഇതിനുള്ള കാരണങ്ങളും വിശദീകരിക്കുന്നുണ്ട്. CSKയുടെ ഹോം ഗ്രൗണ്ടായ സിപ്പോക്കിലെ പിച്ച് പരമ്പരയുമായി വേഗത കുറഞ്ഞതാണ്. പക്ഷെ അവസാനത്തെ 2 സീസണുകളിൽ എടുത്താൽ വളരെ ബാലൻസ് ഉള്ള ഒരു പിച്ചായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്. ഇത്തരത്തിലുള്ള പിച്ചുകളിൽ സഞ്ജു കിടിലൻ പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെക്കാറുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. സ്ട്രോക്ക് പ്ലേറ്റ് ആയിട്ട് ഇപ്പോൾ പിച്ചിന്റെ നിലവാരം CSK ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അടുത്ത സീസണിൽ സഞ്ജു നിന്ദിക്കാനുള്ള ആദ്യ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമത്തെ കാരണം ഇതിഹാസ താരവും മുൻ ക്യാപ്റ്റനുമായിട്ടുള്ള MS ധോണിയുടെ ഒരു സാന്നിധ്യമാണ് സഞ്ജുവിന്റെ ആരാധന. രമ്യ, അതുപോലെ തന്നെ സഞ്ജുവിന്റെ ഈ ഒരു വരവ് അത് രാജസ്ഥാൻ റോയൽസിന് എത്രത്തോളം നേട്ടം ഉണ്ടാക്കും എന്നുള്ളത് നമുക്കിനി നോക്കി കാണേണ്ട ഒരു ഘടകം തന്നെയാണ്. പക്ഷേ രവീന്ദ്ര ജഡേജയെ പോലെയുള്ള താരങ്ങളെ കൈമാറുന്ന ഒരു തീരുമാനം അത് എത്രത്തോളം ആ ടീമിനെ ബാധിക്കുമെന്നും ഒരു ആശങ്ക ചിലരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടാവില്ലേ ആ തീരുമാനത്തിൽ? അതായത് CSKയുടെ തീരുമാനത്തിൽ രോക്ഷവും നിരാശയും ആരാധകരും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ IPL സ്ഥിരതയ്ക്ക് പേരുകേട്ട ഈ ഒരു CSK കഴിഞ്ഞ 2 സീസണുകളിലായി മോശം പ്രകടനം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. 2 തവണയും അവർക്ക് പ്ലേ ഓഫിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നിരക്കി സഞ്ജു സാംസന്റെ ഈ ഒരു വരവ് വലിയൊരു ഇന്ധനം പകരുന്നത്. അതേസമയം മറുവശത്ത് നോക്കുമ്പോൾ ജഡേജയെ വിട്ടയക്കുന്നതിലൂടെ ജഡേജയെ വിട്ടയക്കുന്നതിലൂടെ ഈ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ വലിയൊരു വിടവ് കൂടി അവർക്ക് നികത്തേണ്ടതായിട്ടും വരുന്നുണ്ട്. വരാനിരിക്കുന്ന മിനി ലേലത്തിൽ ബാറ്റ് ചെയ്യാനും മറ്റു രീതിയിൽ സംഭാവന നൽകാനും കഴിയുന്ന ഒരു താരത്തെയും ഒരു പ്രതിഭയെയും ഇപ്പോൾ CSK തീവ്രമായി തിരിയുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു സ്പിൻ ഓൾറൗണ്ടർ ആണെങ്കിൽ ജഡേജയ്ക്ക് പകരക്കാരനായി പരിഗണിക്കാം എന്നുള്ള ഒരു പ്രധാന കാരണം പറയുന്നുണ്ട്. ഈ ഒരു
ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് മാറുന്നതോടെ ക്യാപ്റ്റൻസി കൂടി അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാറുന്നത് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ രാജസ്ഥാൻ റോയൽസിന് ജഡേജയുടെ ഈ ഒരു വരവ് ഗുണമാവുമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മറുവശത്ത് നിലവിൽ എന്തായാലും ഈ ഒരു സീസണിൽ സഞ്ജു സാംസൺ ചെന്നൈയുടെ നായകനാവാൻ സാധ്യത ഇല്ലെന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു കീപ്പർ റോളിൽ ധോണിയെ മറികടന്ന സഞ്ജു വരുമോ എന്നുള്ള ഒരു കാര്യവും കണ്ടറിയണം. ഇത് നോക്കുകയാണെങ്കിൽ 2012 മുതൽ സൂപ്പർ കിങ്സ് പ്രധാന താരങ്ങളിൽ ഒരാളാണ് ഈ ജഡേജ എന്ന് പറയുന്നത്. 2018, 21, 23 വർഷങ്ങളിലും IPL കിരീടം നേടിയ 3 CSK ടീമുകളുടെയും ഭാഗമായിരുന്ന ഒരു ഓൾറൗണ്ടറാണ് ഇദ്ദേഹം. നമ്മളെല്ലാവരും കണ്ടതാണ്. സൂപ്പർ കിങ്സിനായി ജഡേജ 150-ലധികം വിക്കറ്റുകൾ വീട്ടുകയും ടീമിനായി രവിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അൻസാർ എസ് കൂടെ ചേരുന്നുണ്ട്. സ്പോർട്സ് ജേർണലിസ്റ്റാണ്. സർ നമസ്കാരം. ഇപ്പോൾ ആരാധകരുടെ ഒരു കാത്തിരിപ്പിന് വിരാമമിട്ടാണ് സഞ്ജു സാംസൺ താരക്കൈമാറ്റത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയൊരു താരക്കൈമാറ്റം തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു താരക്കൈമാറ്റത്തിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത്? ഈ ഒരു 2026 IPL നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കാം? 2025 IPL സീസണിനൊടുവിൽ തന്നെ സഞ്ജു സാംസൺ കൃത്യമായിട്ട് രാജസ്ഥാൻ റോയൽസിനോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ഈ ടീമിൽ ഇനി കളിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഒരു പുതിയൊരു ടീമിലേക്ക് മാറാൻ തന്നെ അനുവദിക്കണമെന്ന് 2025 IPL തന്നെ 2025 IPL സമയത്ത് തന്നെ പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ. അദ്ദേഹത്തിന്റെ ആവശ്യം ഉയരാൻ കാരണം 2025 സീസണിന് ഇടയിൽ നടന്ന ചില സംഭവങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് ടീമിനുള്ളിൽ. നമുക്കറിയാം, ആ സീസണിന്റെ തുടക്കത്തിൽ സഞ്ജുവിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സഞ്ജുവിന് ഇഞ്ചുറി ആയിരുന്നു. സഞ്ജു ഇഞ്ചുറി ഉള്ള സമയത്ത് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ആസാംകാരനായ റയാൻ പരാഗിനെ ടീം മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചു. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ ഇപ്പോഴത്തെ ടീം മാനേജ്മെന്റ് തലപ്പത്തിരിക്കുന്ന CEO ആയിരിക്കുന്നയാൾ ആസാം ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് വന്നയാളും ആസാമിൽ നിന്ന്, അതായത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരു കളിക്കാരനെ പ്രൊജക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ടീമിന് അവിടെ ഒരു ബേസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തന്ത്രപരമായ നിലപാടിന്റെ ഭാഗമായിട്ടായിരുന്നു റയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കിയത്. അതുപോലെ തന്നെ ആ സീസണിന് മുമ്പ് തന്നെ ജോസ് ബട്ട്ലറെ വിറ്റുകളയാൻ രാജസ്ഥാൻ റോയൽസ് ഒരു തീരുമാനമെടുത്തിരുന്നു. ആ ഒരു തീരുമാനത്തെ സഞ്ജു സാംസൺ ക്യാപ്റ്റനിലേക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് പോകരുതെന്ന് ആവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ടീമിന്റെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെയുള്ളവർ ബട്ട്ലറേക്കാൾ കൂടുതൽ രീതിയിൽ വൈഭവിനെ കൊണ്ടുവരാൻ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ബട്ട്ലറെ വിട്ടുകളയുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിൽ തുടരാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കി. സീസൺ ഒടുവിൽ തന്നെ എന്നെ ഈ സീസണിൽ ഒന്ന് റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞു. കാരണം റിലീസ് ചെയ്ത് മറ്റൊരു ടീമിനോടൊപ്പം അടുത്ത സീസണിന് മുമ്പ് സെറ്റായി വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിനെ വാങ്ങാൻ വേണ്ടിയിട്ട്, സഞ്ജുവിനെ സ്വന്തമാക്കാൻ മറ്റു പല ടീമുകളും, ഈവൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, മുംബൈ ഇന്ത്യൻസ്, ഏത് ടീം കിട്ടിയാലും, അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി, സഞ്ജുവിന്റെ പഴയ ടീമുകളിൽ ഒന്നായ ഡൽഹി, കൊൽക്കത്ത, ഈ ടീമുകളുടെ എല്ലാം ആളുകൾ സഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. സഞ്ജുവിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ ഞങ്ങളിലേക്ക് വരാനെന്നുള്ള രീതിയിലേക്ക് സഞ്ജുവിലേക്ക് വരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഒരു ഹോട്ട് ബൈ ആണ്. സഞ്ജുവിനെ ഈ താര കൈമാറ്റത്തിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലബിന് ആ പൈസ ക്ലബിനാണ് കിട്ടുക. ഇപ്പൊ സഞ്ജുവിനെ കഴിഞ്ഞ സീസണിൽ 18 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരുന്നത്. ഇപ്പൊ ഈ 18 കോടി രൂപയ്ക്ക് സഞ്ജുവിനെ വേറൊരു ക്ലബിലേക്ക് കൈമാറാൻ രാജസ്ഥാൻ റോയൽസിന് കഴിയും. അതേസമയം സഞ്ജുവിനെ ഫ്രീ ആക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ അവരുടെ ലേല തുകയിലേക്കേ പോകത്തുള്ളൂ. ആ ലേല തുകയിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള താരത്തെ അവർ ലേലത്തിൽ വിളിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വിളിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് രവീന്ദ്ര ജഡേജ ചിലപ്പോൾ 18 കോടിക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് ക്ലബിനും സഞ്ജുവിനും ലാഭം ഈ പറയുന്ന രീതിയിലേക്കാണ്. ലേലത്തിലേക്ക് പോകുമ്പോൾ സഞ്ജുവിന് കുറച്ചുകൂടി തുക കൂടുതൽ കിട്ടിയേക്കാം. പക്ഷേ സഞ്ജുവിന് അപ്പോഴേക്കും വരുന്ന പ്രശ്നം പുതിയൊരു ടീമിലേക്ക് ചെന്ന് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ ഋഷഭ് പന്തിന്റെ കാര്യം കണ്ടാണ്. 27.5 കോടി രൂപയ്ക്കാണ് ഋഷഭ് പന്ത് പുതിയ ടീമിലേക്ക് എത്തിയത്. പക്ഷേ ഋഷഭിന് അതൊരു ഒരിക്കലും ആ ടീമോട്ട് സെറ്റ് ആവാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത്രയും വലിയൊരു തുകയ്ക്ക് ചെന്ന് കയറുമ്പോൾ ഉള്ള പ്രഷർ വേറെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ കണ്ടതുമാണ്. അപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ കഴിഞ്ഞ സീസൺ ഒടുവിൽ തന്നെ ഒരു ടീം മാറാൻ സഞ്ജു മാനസികമായിട്ട് തയ്യാറെടുത്തിരുന്നു. അത് രാജസ്ഥാൻ മാനേജ്മെന്റിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ അപ്പോൾ ഇല്ല, ഞങ്ങൾ വിടില്ല, സഞ്ജുവിനെ ഞങ്ങൾ വിടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് തീരുമാനമെടുത്തത്. പക്ഷേ ഈ പുതിയ സീസണിലേക്ക് ചർച്ചകൾ മുറുകുമ്പോൾ ടീമുമായിട്ട് മാനസികമായിട്ട് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് താനെന്ന് സഞ്ജു കൃത്യമായിട്ട് രാജസ്ഥാനെ ബോധിപ്പിക്കുന്നു. അവസാനം അവർക്ക് വേറൊരു വഴിയുമില്ലാതെ രാജസ്ഥാൻ റോയൽസിന് അപ്പോൾ പിന്നെ സഞ്ജുവിന് പകരം കിട്ടുന്ന ഏറ്റവും മികച്ച 2 പേരെ അവരെടുക്കണം. അപ്പം അവർക്കൊരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ വേണം. അതുപോലെ തന്നെ
ഒരു ഓൾറൗണ്ടർ വേണം. അപ്പോൾ 2 ഓൾറൗണ്ടർമാർ ചെന്നൈയിൽ നിന്ന് അവർക്ക് വാങ്ങാൻ സാധിച്ചു. അതിനകത്ത് സാംകറനും രവീന്ദ്ര ജഡേജയുമാണ്. സാംകറൻ ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറാണ്. രവീന്ദ്ര ജഡേജ ഒരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറാണ്. രവീന്ദ്ര ജഡേജയ്ക്ക് രാജസ്ഥാന്റെ ക്യാപ്റ്റൻസി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്ന രീതിയിലേക്ക് രവീന്ദ്ര ജഡേജ ഉയർന്നു വരാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. കാരണം റയാൻ പരാഗ് ഇപ്പോഴും അവിടെയുണ്ട്. അവർക്ക് റയാൻ പരാഗിനോട് ഒരു സോഫ്റ്റ് കോർണർ ആ ടീമിനുള്ളത് കൊണ്ടും സ്വാഭാവികമായിട്ടും റയാൻ പരാഗിന്റെ ഒരു സ്ഥാനാരോഹണത്തിന് രവീന്ദ്ര ജഡേജയുടെ ഒരു പിന്തുണയായിരിക്കും രാജസ്ഥാൻ റോയൽസ് ഇക്കാര്യത്തിൽ ആഗ്രഹിക്കുക എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, സഞ്ജു സാംസൺ എന്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് വിടുന്നു എന്നുള്ളൊരു ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ഓപ്പണിംഗ് റോൾ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസി, അങ്ങനെ നമുക്ക് 2 ഘടകങ്ങളായിട്ട് ഇതിനെ തരംതിരിക്കാൻ പറ്റുമോ? ഓപ്പണിംഗ് റോൾ കിട്ടുമോ കിട്ടൂല എന്നുള്ളത് വലിയ പ്രസക്തമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനായി രാജസ്ഥാൻ റോയൽസിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോട് കൂടി സഞ്ജുവിന് കഴിയുമെങ്കിൽ സഞ്ജുവിന് ഓപ്പണറായിട്ടോ 11-ാമനായിട്ടോ ബാറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബാറ്റിംഗ് റോള് ഒരു വിഷയമേ അല്ല. ഫസ്റ്റ് ഡൗൺ ആവാം, ബാറ്റർ ഓപ്പണിംഗ് ആവാം. ക്യാപ്റ്റനായിട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷെ ആ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം സഞ്ജുവിന് കഴിഞ്ഞ സീസണിൽ പലപ്പോഴും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിന് കാരണമായി വന്ന ഒരു കാര്യം തന്നെ. ബാറ്റിംഗ് പൊസിഷനിൽ അല്ല, മറിച്ച് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പല തീരുമാനങ്ങളെയും രാജസ്ഥാൻ റോയൽസ് അംഗീകരിച്ചില്ല. അവരുടെ മാനേജ്മെന്റ് റയാൻ പരാഗിനെ പോലെയുള്ളവരെ ഫേവർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ആണ്. അത് ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ ഭാഗത്തു നിന്നും സഞ്ജുവിന് കഴിഞ്ഞ സീസണിൽ അത്ര ഒരു പിന്തുണ കിട്ടിയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. സഞ്ജുവിനുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റൺ സ്കോർ ചെയ്യുന്നില്ലല്ലോ താരം. അപ്പോൾ വീണ്ടും ചെന്നൈയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ടീമിൽ ഇപ്പം ഇത്ര 18 കോടിയൊക്കെ എടുത്ത് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അത് ടീം സ്പിരിറ്റിനെയും ബാധിക്കുന്ന ഒരു ഘടകമായി മാറുമോ? ഇല്ല, ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ അവിടെ സഞ്ജുവിനെ നിർത്തുന്നത് കാണുന്നത് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എക്കാലത്തെയും ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമി എന്ന നിലയ്ക്ക് വിക്കറ്റ് കീപ്പിംഗിലും ക്യാപ്റ്റൻസിയിലും ഒരു പിൻഗാമി എന്ന നിലയ്ക്കാണ് കാണുന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു സീസൺ കൂടി ഇപ്പൊ 45 വയസ്സാവുന്നു ധോണിക്ക്. ഈ വരുന്ന അടുത്ത ജൂലൈ 7-ാം തീയതി ധോണി 45 വയസ്സ് പിന്നിടും. അപ്പൊ ആ 45 വയസ്സ് കഴിഞ്ഞ ഒരു താരത്തെ കൂടുതൽ കായികക്ഷമതയോടുകൂടി 2020-ൽ ഒരു സീസൺ മുഴുവൻ കളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ 2022 മുതൽ ധോണി ഇപ്പൊ ഓരോ സീസണിലും റിട്ടയർ ചെയ്യാൻ ആലോചിക്കുമ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിനോടുള്ള ആ ഒരു ബന്ധം കൊണ്ട് മാത്രം ആ ധോണിയുടെ ഒരു സാന്നിധ്യം ചെന്നൈ ടീമിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അവരുടെ ആരാധകരുടെ മാനസികമായിട്ട് ഇപ്പോൾ 1, 2, 3 കളികൾ തോറ്റാൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ പുറകോട്ട് പോയാൽ ഒക്കെ ധോണിയുടെ ഒരു സാന്നിധ്യം ആ ടീമിന് ഒരു ഉണർവ് പകരും. ആ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ് ധോണി ഇപ്പോഴും ചെന്നൈക്കൊപ്പം കളിക്കുന്നത്. അപ്പൊ ആ ഒരു അതിന് പകരം വെക്കാൻ കഴിയുന്ന ഒരു ലെവലിലുള്ള ഒരു കളിക്കാരൻ എന്ന് പറയുമ്പോൾ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനും അവസരങ്ങൾ കളിക്കാനും കഴിഞ്ഞാൽ 10 മത്സരങ്ങളിൽ സഞ്ജു 3-4 മത്സരങ്ങളിൽ ഫോം ഔട്ട് ആയിരിക്കാം. പക്ഷേ ഇന്ത്യൻ ടീമിൽ പതിവായിട്ട് 2015 തൊട്ട് കണ്ടുകൊണ്ടിരുന്നത് സഞ്ജുവിന് 1, 2, 3 അവസരം കൊടുക്കുന്നു. ഈ അവസരങ്ങളിൽ 1, 2 തവണ പരാജയപ്പെടുന്നു, സഞ്ജുവിനെ മാറ്റുന്നു. വീണ്ടും അവസരം കൊടുക്കുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഒരു മത്സരത്തിൽ അടുത്ത മത്സരത്തിൽ പോകുമ്പോൾ വീണ്ടും മാറ്റുന്നു. പക്ഷെ ചെന്നൈയെ പോലെ ഒരു ടീമിലേക്ക് വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് സഞ്ജുവിനെ പരീക്ഷിക്കേണ്ട ഒരു കാര്യമൊന്നും അവർക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല വൈവിധ്യമുള്ള ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അവർക്ക് കൃത്യമായ കളിക്കാരുണ്ട്. അവർക്ക് ഒരു കളിക്കാരൻ ഫോമിലല്ല, അല്ലെങ്കിൽ ഒരു കളിക്കാരൻ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ ഒരിക്കലും അവർക്കൊരു ടീമിനെ മൊത്തത്തിൽ അഴിച്ചുമാറ്റി പണിയേണ്ട ഒരു അവസ്ഥയൊന്നും വരുന്നില്ല. കാരണം IPL സംബന്ധിച്ച കാര്യമാണ്. എന്നാലും ഒരു സംശയമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം രവീന്ദ്ര ജഡേജയെ പോലെ ഒരു മാച്ച് വിന്നർ ഓൾറൗണ്ടറെ മാറ്റി നിർത്തുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ചെന്നൈ മറികടക്കാൻ പോകുന്നത്? മാത്രമല്ല ഈ ട്രേഡിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷിക്കുന്നത് റോയൽസ് ആയിരിക്കില്ലേ? എന്ന് പറയാൻ കഴിയില്ല. സന്തോഷിക്കുന്നത് റോയൽസ് അല്ല, ആശ്വസിക്കുന്നത് റോയൽസ് ആയിരിക്കാം. റോയൽസിന് അങ്ങനെ ഒരു സന്തോഷം എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമേ ആവുന്നുള്ളൂ ഇത്. രവീന്ദ്ര ജഡേജ എല്ലാ IPL സീസണിലും ഗംഭീര പെർഫോമൻസ് ഒന്നും അല്ല. രവീന്ദ്ര ജഡേജ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കരിയർ ഗ്രാഫ് എടുത്തു നോക്കുക. രവീന്ദ്ര ജഡേജ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ടെസ്റ്റിലാണ്. 2020-ലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഇന്ത്യൻ 2020 ടീമിൽ നിന്ന് തന്നെ വിരമിച്ചു കഴിഞ്ഞു. അപ്പൊ 2020 ഫോർമാറ്റിൽ അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്നത് പോലും ഇല്ല. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ടെസ്റ്റിലാണ് അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അദ്ദേഹത്തിന് 35 വയസ്സായി. 35 വയസ്സായ ഒരു മാച്ച് വിന്നിംഗ് ഓൾറൗണ്ടറേക്കാൾ ഇന്നലെ 31 വയസ്സ് തികഞ്ഞ സഞ്ജു സാംസണെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് എപ്പോഴും നല്ലത്. കാരണം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഒരു ഫാൻ ബേസ് ഉള്ള കളിക്കാരൻ കൂടിയാണ്. നമ്മളിപ്പം IPL എന്നുപോലുള്ള ക്രിക്കറ്റിന്റെ കച്ചവട രൂപമാണ്. കച്ചവട ക്രിക്കറ്റിൽ എപ്പോഴും മാർക്കറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു മാർക്കറ്റ് സഞ്ജുവിനുള്ളിടത്തോളം മാർക്കറ്റ് രവീന്ദ്ര ജഡേജയ്ക്ക് ഇല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാം.
വളരെയധികം നന്ദി ശ്രീ അൻസാരി അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു താര കൈമാറ്റത്തിൽ നടന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാറ്റം ഇനി ചെന്നൈയിൽ നിന്നും അല്ലെങ്കിൽ സഞ്ജുവിന് വലിയൊരു പൊസിഷൻ കിട്ടുമോ അല്ലെങ്കിൽ ഒരു ഓപ്പണർ ആ ഒരു രീതിയിലേക്ക് ആരാധകർ നോക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് കളം മാറ്റിപ്പിടിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും വലിയൊരു താര കൈമാറ്റം നടന്നിരിക്കുകയാണ്. 2026 IPL സീസണിന് മുന്നോടിയായാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും ധോണി പോലുള്ള വമ്പന്മാരോടൊപ്പം സഞ്ജു കളിക്കുമ്പോൾ കേരളത്തിലെ കായിക പ്രേമികൾക്ക് പ്രത്യേകം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമ്മോടൊപ്പം കായിക നിരീക്ഷകൻ CK രാജേഷ് കുമാർ കൂടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കുറേയധികം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ് കായിക ലോകത്തു നിന്നും വരുന്നത്. സഞ്ജു സാംസൺ ഇനി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കില്ല, പകരം ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം നമുക്ക് കാണാൻ സാധിക്കും. 2026 സീസണിന് മുന്നോടിയായുള്ള IPL പ്ലാൻ അത് ശരിക്കും വർക്കൗട്ടായി എന്ന് തോന്നുന്നുണ്ടോ? സഞ്ജുവിനെ സംബന്ധിച്ച് നല്ലൊരു പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിനോട് കേരളീയ അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രത്യേക ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു. സഞ്ജുവോടെ കളിക്കുന്ന സാഹചര്യത്തിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാ കാലത്തും അവര് സഞ്ജുവിന് കൊടുത്തിട്ടുമുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമുക്കറിയാം, സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചെന്നൈയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളോട് കൂടുതൽ അടുക്കുകയാണ് ശരിക്കും. പിന്നെ ആ ടീം എന്ന് പറയുന്നത് വളരെ ഏറ്റവും സക്സസ്ഫുൾ ആയ, ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് പോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയ ഒരു ടീമാണ് CSK എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചെന്നൈയിലേക്ക് വന്നു കഴിയുമ്പം സഞ്ജുവിന് കൂടുതൽ പ്രത്യേകിച്ച് ആരാധകരുടെ ഒരു പിന്തുണ, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെയധികം താല്പര്യമുള്ളതാണ്. ധോണി നയിച്ച ടീമാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രത്യേകതകളുമുള്ള ഒരു ടീമിലേക്ക് സഞ്ജു വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടീമിന് അത് വലിയ, പിന്നെ അതുപോലെ വളരെ ഫോമിൽ കളിക്കുന്ന ഒരു ബാറ്ററാണ്. വളരെ എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് സഞ്ജു എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ മികച്ച വിക്കറ്റ് കീപ്പറും ഫീൽഡറും ഒക്കെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും രവീന്ദ്ര ജഡേജയെ കൈവിട്ട് സഞ്ജുവിനെ എടുക്കുവാൻ തീരുമാനിച്ച ആ തീരുമാനം എന്തായാലും ഉചിതമെന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്താം. കൺസിസ്റ്റന്റ് ആയിട്ട് റൺ സ്കോർ ചെയ്യുന്ന താരമല്ലല്ലോ സഞ്ജു. പല കളിയിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, 10 കളി കളിക്കുമ്പോൾ 3 സെഞ്ചുറി അടിച്ചിട്ടും ബാക്കി കളി 10-ൽ താഴെ സ്കോർ ചെയ്യുന്ന ഒരു സഞ്ജുവിൻ്റെ പ്രകടനം തന്നെയാണല്ലോ പല മാച്ചുകളിലും നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഈ ചെന്നൈയിലെ ധോണിക്കൊപ്പമുള്ള പെർഫോമൻസ് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഭാവിയിൽ സഞ്ജുവിന് കൂടുതലൊരു പൊസിഷൻസുകളും അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാകില്ലേ? ചെന്നൈ സൂപ്പർ കിങ്സിലെ ആരാധകർക്കും അതൊരു ചില ക്ഷീണം അല്ലെങ്കിൽ ചില തരത്തിൽ അവരൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സഞ്ജുവിന്റെ ശരിയാണ്, സഞ്ജു ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ സഞ്ജുവിന് തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് വളരെ, ഇന്ത്യൻ ടീമിലെ സഞ്ജുവിനെ നമുക്കറിയാം മറ്റുള്ള താരങ്ങൾക്ക് കിട്ടുന്ന അതേ ഒരു പരിഗണന സഞ്ജുവിന്റെ ടാലന്റ് അനുസരിച്ച് കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇപ്പൊ ഒരു 2 അല്ലെങ്കിൽ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 4ാമത്തെ മത്സരത്തിൽ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണുള്ളത്. പക്ഷെ അതിൽ കൂടുതൽ എത്ര മത്സരം പരാജയപ്പെട്ടാലും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്ന താരങ്ങൾ ഇന്ത്യൻ ടീമിൽ തന്നെയുണ്ട്. അത് IPL-ലേക്ക് വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ പോലെ ഒരു താരം ഏത് സമയത്തും എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ബാറ്റർ 2020 ക്രിക്കറ്റിന് അത് ഏറ്റവും ആവശ്യമാണ്. മികച്ച ഒരു 2020 മികച്ച ടെക്നിക്സ് ഉള്ള ബാറ്ററാണ്. നമുക്കറിയാം ഏത് സാഹചര്യത്തോടും ഇണങ്ങി ഏത് കാലാവസ്ഥ ഏത് പിച്ചിലും നന്നായി ബാറ്റ് ചെയ്യാൻ, സ്ട്രൈക്ക് ചെയ്ത് ബാറ്റ് ചെയ്യുന്ന കളിക്കാരനാണ് സഞ്ജു. അതാണ് 2020 ബാറ്റർക്ക് ആവശ്യം വേണ്ടത്. അത് തീർച്ചയായിട്ടും സഞ്ജുവിലുണ്ട്. അതുപോലെ രവീന്ദ്ര ജഡേജയെ പോലെ ഒരു ഓൾറൗണ്ടറാണ്, ബാറ്റിംഗ് ബൗളിംഗ് പിന്നെ അല്ലെങ്കിൽ ഒപ്പം ഒരു അസാധ്യമായിട്ടുള്ള ഒരു ഫീൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊടുത്തിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജുവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനം, അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം ആ ടീമിനുണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും രവീന്ദ്ര ജഡേജ നമുക്കറിയാം സമീപകാലത്ത് T20 ക്രിക്കറ്റിൽ രവീന്ദ്ര ജഡേജയ്ക്ക് പൊസിഷൻ കൊടുക്കുക, പ്രത്യേകിച്ച് ഏകദിനത്തിലും T20യിലും അങ്ങനെ പൊസിഷനിങ് ഇല്ല ശരിക്കും രവീന്ദ്ര ജഡേജയെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് ഏജും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമാണ് നമ്മൾ രവീന്ദ്ര ജഡേജയെ ഇപ്പോൾ കാണാറുള്ളത്. അതിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾറൗണ്ട് പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കാറുമുണ്ട്. പക്ഷെ T20 ക്രിക്കറ്റിന്റെ കഥ തന്നെ വ്യത്യസ്തമാണ്. തീർച്ചയായും T20 ക്രിക്കറ്റിന് ഇണങ്ങുന്ന ഒരു ഫിസിക് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് നേരത്തെ അദ്ദേഹം ചെന്നൈക്ക് വേണ്ടി ധാരാളം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ഇതിൽ അദ്ദേഹം ആ 2020 ക്രിക്കറ്റിന് ഇണങ്ങിയ താരമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫോം ഒക്കെ.
അതേസമയം സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് സഞ്ജു നമുക്ക് അദ്ദേഹം ക്രീസിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹം നേടുന്ന ആദ്യ പന്ത് തന്നെ അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, ടെക്നിക്സ്, ഒരു വെസ്റ്റ് ഇന്ത്യൻ ബാറ്റർ പഴയ കാലത്തെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാര് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതുപോലത്തെ ടെക്നിക്സ് ആണ് സഞ്ജുവിനെ വ്യത്യസ്തനാണ്. അത് തീർച്ചയായിട്ടും 2020 ക്രിക്കറ്റിന് ഇണങ്ങുന്നതാണ്. അത് തീർച്ചയായിട്ടും ഈ രവീന്ദ്ര ജഡേജയെ നമുക്കറിയാം തോറ്റുപോയെന്ന ഒരു സ്ഥാനത്ത് ചെന്നൈയെ തിരിച്ച് ആ കപ്പ് ഉയർത്തേണ്ട അതിൽ പ്രധാന പങ്കായി നിന്ന ആളാണ് ജഡേജ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അതൊക്കെ അംഗീകരിക്കാൻ തന്നെ നമുക്ക് സർവകാല ഇപ്പൊ ഈ 2020 ക്രിക്കറ്റ് അല്ലെങ്കിൽ നമ്മളൊരു IPL ലേലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആൾക്കാരെയാണ് എപ്പോഴും ഒരു ലേലം വിളിയിൽ ഹോട്ട് സ്റ്റാർസ് ആയിട്ട് വരാറുള്ളത്. അപ്പൊ അത് തന്നെയാണ് സഞ്ജുവിന്റെ കാര്യത്തിലും പറയാറുള്ളത്. സഞ്ജുവിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മിടുക്ക് നമ്മൾ കണ്ടതാണ്. ബാറ്റർ എന്ന നിലയിൽ, വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഈ കളിക്കാരെ ഉത്തേജിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും വളരെ കാമായി, പ്രത്യേകിച്ച് ധോണിയെ പോലുള്ളൊരു നായകൻ പിന്തുടർന്ന് ഇന്ത്യൻ ടീമിലായിക്കോട്ടെ അല്ലെങ്കിൽ CSK വന്നപ്പോഴായിക്കോട്ടെ ഒക്കെ നായകൻ അദ്ദേഹം കാണിച്ച ഒരു ഇരുത്തം അല്ലെങ്കിൽ ഒരു കാംനെസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സഞ്ജുവിൽ നമുക്ക് പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട്. ആ ഒരു കാംനെസ് എന്ത് വെല്ലുവിളിയും കൃത്യം നേരിടാനുള്ളൊരു വളരെ ശാന്ത സ്വഭാവത്തോടു കൂടി നേരിടാനുള്ളൊരു കഴിവ് ഇതൊക്കെ സഞ്ജുവിലുമുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ടീം എന്ന നിലയിൽ CSKക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശരി, എന്തായാലും വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും നമുക്കറിയാം കായിക ലോകത്തെ ഏറെ ആകാംക്ഷയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. IPL ലേലവും അല്ലെങ്കിൽ താര മാറ്റം കൈമാറ്റമൊക്കെ ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കായിക നിരീക്ഷകൻ P. രംഗനാഥൻ കൂടി ചേരുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. IPL 2026 മുന്നോടിയായുള്ള താരങ്ങളുടെ കൈമാറ്റ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് മുൻ ക്യാപ്റ്റൻ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്കും പകരമായി സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഈ കൈമാറ്റത്തെ നോക്കിക്കാണുന്നത്? 2026 ചെന്നൈ ഷോ എങ്ങനെയായിരിക്കാം പ്രതീക്ഷിക്കേണ്ടത്? പല മാറ്റങ്ങളും പല ടീമുകളിലും ഉണ്ടാവുന്നു. അതിന് മുന്നോടിയായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ IPL ചെന്നൈയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അതുമാത്രമല്ല ചെന്നൈയുടെ ഒരു ഐക്കോൺ എന്നുള്ള രീതിയിൽ ഇപ്പോഴും വെറ്ററനായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണി, അദ്ദേഹം എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ ടീമിലോട്ട് വരുന്നതോടുകൂടി അദ്ദേഹം പരിശീലക സ്ഥാനത്തായിട്ടോ അല്ലെങ്കിൽ മെന്ററായിട്ടോ മാറാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണുന്നു. എങ്കിലും ഈ ഒരു മാറ്റം അത് സഞ്ജുവിനും ഏറെ ഗുണം ചെയ്യുന്നതിന് വിശ്വസിക്കാം. കാരണം വീണ്ടും അദ്ദേഹം ചെന്നൈ ടീമിനെ നായക സ്ഥാനത്തിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനും കൂടുതൽ കളിക്കാനായിട്ട് പ്രത്യേകിച്ച് സൗത്തിൽ നിന്നുള്ളൊരു ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം കേരളത്തിൽ നിന്ന് ഉള്ള താരം ചെന്നൈ ടീമിന് കളിക്കുന്നു എന്നുള്ളൊരു മാറ്റം എല്ലാ രീതിയിലും ചെന്നൈ ടീമിന് അത് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം. തീർച്ചയായും ഈ ഒരു താര കൈമാറ്റത്തിൽ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലേക്ക് രവീന്ദ്ര ജഡേജ പോകുമ്പോൾ എത്രത്തോളം നഷ്ടമായിരിക്കും ചെന്നൈക്ക് ഉണ്ടാകാൻ പോകുന്നത്? ഇല്ല, ഒരു ഓൾറൗണ്ടറിന്റെ മികവ് നികർത്താനായിട്ട് ധാരാളം താരങ്ങൾ ഇപ്പൊ ചെന്നൈ തന്നെ ഉണ്ട്. ഇപ്പൊ സാംകറിനും കൈമാറ്റ പട്ടികയിൽ ഉണ്ടെന്നാണ് അറിഞ്ഞത്. എങ്കിൽ തന്നെയും ഈ സഞ്ജു സാംസന്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞത് മഹേന്ദ്ര സിംഗ് ധോണിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരു വിക്കറ്റ് കീപ്പറായിട്ട് അവിടെ മെയിൻ ആയിട്ട് ഒരാൾ വേണം. ടീമിന് ബാറ്റിങ്ങിന്റെ കാര്യത്തിലും ഒരു കരുത്ത് ടീമിന് വേണം. അത് തീർച്ചയായിട്ടും ചെന്നൈക്ക് അത് ഏറെ ഗുണം ചെയ്യും. പക്ഷേ രവീന്ദ്ര ജഡേജനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇന്ന് ധാരാളം താരങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ കഴിഞ്ഞ സീസൺ അവസാനം മുതൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ സഞ്ജുവിന്റെ മാറ്റം അതൊക്കെ കുറെ നാളുകളായി നടക്കുന്നതായിരുന്നു. ഒരു മികച്ച സമയത്തെ സഞ്ജുവിന്റെ ഒരു കൃത്യസമയത്തുള്ള ഒരു മാറ്റം തന്നെയാണോ ഇപ്പോൾ സഞ്ജു എന്ന താരത്തിനെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത്? നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് അടുത്ത T20 ലോകകപ്പ്, അത് ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ആ ടീമിലോട്ടുള്ള ഒരു സെലക്ഷന് മുന്നോടിയായിട്ടാണ് ഈ IPL വരിക. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മാറ്റം സഞ്ജുവിനേറെ ഗുണകരമാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മികച്ച രീതിയിൽ പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, കീപ്പിങ്ങിലും ബാറ്റിങ്ങിലും പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകകപ്പ് കളിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുന്ന രീതിയിൽ മാറും. പക്ഷേ മറ്റുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ കരുതുന്നില്ല. പക്ഷെ ചെന്നൈക്ക് ഇത് ഗുണമാണ്. കാരണം ചെന്നൈക്ക് ഇപ്പൊ മഹേന്ദ്ര സിംഗ് ധോണി എന്നുള്ള ഒരു വെറ്ററൻ ക്രിക്കറ്ററിന്റെ പകരക്കാരനായിട്ട് ഏറ്റവും അനുയോജ്യനായിട്ട് അവർ തിരഞ്ഞെടുത്തത് സഞ്ജു സാംസൺ തന്നെയാണ്. ഈ സഞ്ജുവിനെ മാറ്റി അല്ലെങ്കിൽ സഞ്ജുവിനെ ടീമിലേക്ക് എടുത്ത് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു രവീന്ദ്ര ജഡേജയെ പോലെ ഒരു താരത്തെ കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു ക്യാപ്റ്റൻസി, ആ ഒരു സ്ഥാനം, അതിലൊരു മാറ്റം, അതൊക്കെ തന്നെ ആയിരിക്കുമോ ചെന്നൈ ഉദ്ദേശിക്കുന്നത്?
തീർച്ചയായിട്ടും ഒരു വിക്കറ്റ് കീപ്പർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്നുള്ള ആ സ്ഥാനം ത്തിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു താരത്തിനെ തന്നെയാണ് ചെന്നൈ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രവീന്ദ്ര ജഡേജയ്ക്ക് പകരക്കാരനായിട്ട് ചെന്നൈക്ക് ധാരാളം ഓൾറൗണ്ടേഴ്സിനെ എടുക്കാൻ പറ്റും. പക്ഷേ ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ, ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന രീതിയിൽ അവർക്ക് വേറെ ആരും സഞ്ജു വി സാംസൺ അല്ലാതെ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അവര് കൂടുതൽ സഞ്ജു വി സാംസണിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും വലിയൊരു മാറ്റം തന്നെയാണ്, കാത്തിരിപ്പുകൾക്കുണ്ടായ ഒരു മാറ്റം തന്നെയാണ്. സഞ്ജു സാംസന്റെ വരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അടുത്ത സീസണിലേക്കുള്ള താരങ്ങളെ നിലനിർത്താനുള്ള അവസാന ദിവസമായി ഇന്നാണ് മലയാളി താരത്തെ ടീമിലെത്തിച്ച കാര്യം ഔദ്യോഗികമായി ചെന്നൈ സൂപ്പർ കിങ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും സഞ്ജു ജഡേജയെ കൈമാറ്റം തന്നെയാണ് ഇപ്പോൾ കായിക ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.